രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം. ഹേ കാമത കാമാന്തക കാരുണ്യപയോധേ ഏകീടണമേ സൗഖ്യമെനിക്കൻപൊടു ശംഭോ. കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനേ. രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം. ഒരു മനുഷ്യൻ ഏറ്റവും അധികം വലയുന്നത് എന്തുകൊണ്ട് തന്നെയാണ്? രോഗങ്ങൾ കൊണ്ടാണ്. കോലതീരേശൻ ഇതിലേറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് രോഗാദികൾ ഒഴിവാക്കുന്നതിൽ. കോലതീരേശൻ അങ്ങനെ ഒരു ശക്തി പ്രത്യേകമായിട്ട് മഹാഗുരു കൊടുത്തിട്ടാണ് കോലതീരേശനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കോണിയോട് എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ ഒരംഗം, അദ്ദേഹത്തിൻ്റെ പേര് വ്യക്തമല്ല, സ്വാമി തൃപ്പാദങ്ങളെ കുഷ്ഠരോഗം ബാധിച്ച് കാണുവാനായിട്ട് അദ്ദേഹം എത്തി. കുഷ്ഠരോഗം മാറ്റിത്തരണം എന്നായിരുന്നു ആവശ്യം. അപ്പോൾ തൃപ്പാദങ്ങൾ അതിനു വേണ്ടിയിട്ട് നിർദ്ദേശിച്ചൊരു മാർഗം, എല്ലാ ദിവസവും ക്ഷേത്രത്തിലേക്ക് ഒരു പിടി അരിയുടെ നേദ്യച്ചോറ് വെച്ച് കൊടുക്കണം. അത് നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കണം എന്ന ഒരു നിർദ്ദേശം കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അവർ പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് ക്ഷേത്രത്തിലേക്ക് വേണ്ടുന്ന ഈ ഒരു വഴിപാട് നടത്തിക്കൊണ്ടിരുന്നു. 2-3 ദിവസത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം ഭേദമായി. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നമ്മുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ വഴിപാടിൻ്റെ കാര്യമൊക്കെ നമ്മളങ്ങ് മറന്നുപോകും അല്ലേ? അപ്പം അങ്ങനെ രോഗം മാറിയല്ലോ എന്ന് വിചാരിച്ചവർ ആ വഴിപാട് മുടക്കി തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന് വീണ്ടും അസുഖം ബാധിച്ചു. അപ്പം വീണ്ടും വന്ന് ആ വഴിപാട് നടത്തി. അതിന്നും നിതരാം തുടർന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തലമുറകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് ക്ഷേത്രത്തിലേക്ക് വേണ്ടുന്ന 18 പറ അരിയുടെ നേദ്യച്ചോറാണ്. അവിടെ ഒരു കണക്കനുസരിച്ച് അങ്ങനെയാണ്. അപ്പോൾ അത് കിളിർപ്പിക്കുവാൻ വേണ്ടിയിട്ടൊരു അവരുടെ ഭാഗപത്രത്തിൽ അവർക്കുണ്ടായിരുന്ന പാടത്തിൻ്റെ ഒരു ഭാഗം, ഈ 18 പറ നെല്ല് കൊയ്തെടുക്കത്തക്ക രീതിയിൽ ഒരു പാടം പിന്നീട് വരുന്ന തലമുറക്കാരത് ചെയ്തു കൊള്ളണമെന്ന രീതിയിൽ തന്നെ ഭാഗപത്രത്തിൽ അത് എഴുതി വെച്ച് അത് കൃത്യമായിട്ട് ഇന്നും അവർ നിർവഹിച്ചു പോരുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് വേണ്ടുന്ന ഈ വഴിപാട് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആൾക്കാരാണ്. അപ്പോൾ രോഗാദികൾ ഒഴിവാക്കുന്നതിൽ കോലതീരശൻ ദക്ഷനാണ്. ആ കോലതീരശനോടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്, രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം. ഒരു മനുഷ്യന് 3 വിധത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാവാറുണ്ട്. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം. അതിലേറ്റവും ആദ്യത്തെ ദുഃഖമാണ് ആധ്യാത്മിക ദുഃഖം. ആധ്യാത്മിക ദുഃഖം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് രോഗമുണ്ടാകുന്നത് മൂലം, രോഗപീഠകൾ മൂലമുള്ള ദുഃഖത്തെയാണ് നമ്മൾ ആധ്യാത്മിക ദുഃഖം എന്ന് വിളിക്കുക. ആദിഭൗതിക ദുഃഖം എന്ന് വിളിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ, അതായത് വെള്ളപ്പൊക്കം, തീപിടുത്തം, ഇവയൊക്കെ മൂലം നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളുണ്ടല്ലോ. ആധിദൈവികം എന്ന് പറഞ്ഞാൽ യാദൃച്ഛികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും അപകടങ്ങൾ അല്ലെങ്കിൽ അകാല മരണങ്ങൾ, ഇതൊക്കെ നമുക്ക് ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നവയാണ് അല്ലേ? അപ്പം അങ്ങനെ 3 വിധത്തിൽ നമുക്ക് ദുഃഖങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദുഃഖമാണ് രോഗം കൊണ്ടുള്ള ദുഃഖം. ഞാൻ പറഞ്ഞുവല്ലോ, ഈശ്വര സാക്ഷാത്കാര മാർഗം നമുക്ക് ഉപദേശിച്ച് തരുന്ന ഉപനിഷത്തുകൾ അല്ലേ? അപ്പോൾ ഈ ഉപനിഷത്തുകൾ നമ്മൾ പഠിക്കുന്നതിന് മുൻപ് ശാന്തി മന്ത്രം ചൊല്ലുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പം അതിലൊരു ശാന്തി മന്ത്രമാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത്തെ ഓം ശാന്തി ശാന്തി ശാന്തി. ഇങ്ങനെ ഈ അവസാനം ഓം ശാന്തി 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 എന്ന വാക്കുകൊണ്ടാണ്, ഈ 3 ശാന്തി കൊണ്ടാണ് എല്ലാ ശാന്തി മന്ത്രങ്ങളും അവസാനിക്കുന്നത്. മുമ്പ് പറഞ്ഞ ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം അശ്യേമാക്ഷിഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാം സസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു ഓം ശാന്തി ശാന്തി ശാന്തി. ഇങ്ങനെയാണ് ആ മന്ത്രവും അവസാനിക്കുന്നത്. ഇങ്ങനെ എല്ലാ ഉപനിഷത്ത് ശാന്തി മന്ത്രങ്ങളും ഓം ശാന്തി 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 എന്നാണ് അവസാനിക്കുന്നത്. സാധാരണ നമ്മൾ ഇതെപ്പോഴാണ് പറയുന്നത്?
നമ്മുടെ പ്രാർത്ഥനയൊക്കെ തീർന്നു കഴിയുമ്പോൾ. അപ്പോൾ ഈ 3 ശാന്തി നമ്മൾ പറയാറുണ്ടോ? ഓം ശാന്തി ശാന്തി ശാന്തിഹി. അത് പറയാനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കത്തില്ല മിക്കവാറും. ഇത് മൈക്രോ ഫിനാൻസിൻ്റെ മീറ്റിംഗ് കൂടുമ്പോഴും നമ്മൾ അവസാനം ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം അങ്ങനെ വല്ലേ അവസാനിപ്പിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ദേശീയ ഗാനം പാടുമ്പോഴുള്ള ആ ഒരു ഇതിലായിരിക്കും. മൈക്രോ ഫിനാൻസിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോകാൻ. അപ്പോൾ കൂടുതൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെയല്ലേ, ഈ ജയഹേ പാടി തുടങ്ങുമ്പോൾ നമ്മുടെ ബാഗിലായിരിക്കും നമ്മുടെ ഒരു കൈ, അറ്റൻഷനായിട്ട് നിൽക്കണം എന്നാണെങ്കിലും ബാഗിലായിരിക്കും നമ്മുടെ ഒരു കൈ ഉണ്ടാവുക എന്ന് പറയുന്ന പോലെ ഒരു കൂടിലായിരിക്കും. ഓടാനുള്ള ധൃതി ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ശാന്തിയൊക്കെ പറയാനുള്ള സമയം നമുക്ക് കാണും. എന്നാൽ ഈ 3 ശാന്തി നമ്മൾ പറഞ്ഞെങ്കിലേ ആ പ്രാർത്ഥന കൊണ്ട് ഫലം ഉണ്ടാവും. ഇവിടെ എന്താ പ്രാർത്ഥിക്കുന്നത്? ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. എന്താ ഇവിടെ പറഞ്ഞത്? ഓം പൂർണ്ണമദഃ, അത് പൂർണ്ണമാണ്, പൂർണ്ണമിദം, ഇതും പൂർണ്ണമാണ്, പൂർണ്ണാത് പൂർണ്ണമുദച്യതേ, പൂർണ്ണത്തിൽ നിന്നാണ് പൂർണ്ണം ഉദിക്കുന്നത്. പൂർണ്ണസ്യ പൂർണ്ണമാതായ, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്തു മാറ്റിയാലും പൂർണ്ണമേവ അവശിഷ്യത്തെ, പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. എന്താ ശാന്തിയുടെ അർത്ഥം എന്നാ പറഞ്ഞത്? എൻ്റെ ഒന്നാമത്തെ ശാന്തി എന്തിനാ? ആധ്യാത്മിക ദുഃഖത്തിൽ നിന്നും ശാന്തി. അടുത്തത് ആദി ഭൗതിക ദുഃഖത്തിൽ നിന്നും ശാന്തി. ഇനി മൂന്നാമത്തത് ആദി ദൈവിക ദുഃഖത്തിൽ നിന്നും ശാന്തി. അത് തരയണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥന പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ ഈ 3 ശാന്തിയും പറയണം. അതിൽ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു ശാന്തിയാണ് രോഗശാന്തി. അപ്പം അതുകൊണ്ടായിരിക്കാം രോഗശാന്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമുക്ക് ഭദ്രകാള്യഷ്ടകം എന്നൊരു കൃതി രചിച്ച് തന്നത്, അല്ലേ? ഭദ്രകാളി, ശ്രീമദ് ശങ്കരനോടൊപ്പം ഇരിക്കുന്ന ഭദ്രകാളിയുടെ ഒരു ചിത്രം കണ്ണടച്ച് ധ്യാനനിമീലനായിരിക്കുന്ന ഒരുവൻ്റെ ഹൃദയത്തിലേക്ക്, അഥവാ വളരെ ശൂന്യമായൊരു ഹൃദയത്തോടു കൂടി ധ്യാനിക്കുവാൻ, ഉപാസന ചെയ്യാൻ ഇരിക്കുന്ന ഒരുവൻ്റെ ഉള്ളിലേക്ക് ശ്രീമദ് ശങ്കരനോടൊപ്പം അതീവ സുന്ദരിയായിരിക്കുന്ന ഒരു ദേവിയുടെ രൂപം ഗുരു നമ്മുടെ ഹൃദയത്തിൽ വരച്ചിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് ശാർദൂല വിക്രീഡിതം എന്ന ഒരു വൃത്തത്തിൽ ഗുരു രചിച്ചതായത് കൊണ്ട് തന്നെ ശ്രീമദ് ശങ്കര പാണി പല്ലവ കിരൽ ലോലംബ മാലോല സന്മാലാലോല കലാപ കാള കബരി ഭാരാവലി ഭാസുരി. ഇപ്പോൾ ഗുരുവിൻ്റെ കൃതികളുടെ വ്യാഖ്യാനമൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും ബാക്കി ഏത് സ്തോത്രകൃതിയുടെ ആണെങ്കിലും, ഇപ്പോൾ കോലതീരശസ്തവം നമ്മൾ പഠിക്കുകയാണ്, അപ്പോൾ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ വ്യാഖ്യാനം നോക്കിയാൽ അപ്പോൾ അതിൽ കാലാശ്രയം എന്നായി എന്നെഴുതിയിട്ടൊരു ഹൈഫൻ ഇട്ടിട്ട് അതിനർത്ഥം തന്നിട്ടുണ്ടായിരിക്കും. കാലഗതിയുടെ നിയന്താവ് ഭഗവാൻ മാത്രമാണെന്നറിഞ്ഞ് അങ്ങനെ അർത്ഥം തന്നിട്ടുണ്ടാവും. എന്നാൽ ഭദ്രകാള്യഷ്ടകം പഠിക്കാൻ ചെല്ലുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താണെന്നറിയാമോ? ശ്രീമദ് ശങ്കരപാണി പല്ലവ കിരൽ ലോലംബ മാലോല സന്മാലാലോല കലാപ കാള കബരി ഭാരാവലി ഭാസുരി ഹൈഫൻ എന്നിട്ടാണ് അതിൻ്റെ അർത്ഥം തന്നിട്ടുള്ളത്. അപ്പോൾ അത് പഠിക്കാനായിട്ട് സാധാരണഗതിയിൽ നമ്മളൊരു ചെറിയ വിമുഖത കാണിക്കും. അത് നമുക്ക് നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കില്ലേ? നമ്മളിപ്പോൾ ഒരു വലിയ ഷോപ്പിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ നല്ല നല്ല ക്വാളിറ്റിയുള്ള കമ്പനിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വില കൂടുതലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? അത് പിന്നെ വാങ്ങിക്കാം, ക്വാളിറ്റി ഉള്ളതാണ്, ഇതാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് നമുക്കറിയാം, എങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യുക? അത് അടുത്ത പ്രാവശ്യം വാങ്ങിക്കാം, പൈസ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കും, അല്ലേ? അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്കാർ ചെയ്യുന്ന കാര്യം എന്താ? അതെടുക്കുമ്പോൾ ഇന്ന സാധനം ഫ്രീ എന്ന് പറഞ്ഞ് നമുക്കൊരു ഓഫർ തരും, അല്ലേ? അപ്പോൾ അങ്ങനെ ഭദ്രകാള്യഷ്ടകം നമ്മളൊന്നും അത്ര വേഗം പഠിക്കില്ല എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടി ഗുരു നമുക്ക് തന്നിരിക്കുന്ന ഓഫറാണ് രോഗൗഘാഘനാനിലായിതമിതം. അവൻ്റെ രോഗങ്ങളും പാപങ്ങളുമാകുന്ന മേഘക്കൂട്ടങ്ങൾ അനിലായുധമിതം പറന്നു പോകുന്നു, കാറ്റ് പറത്തിക്കൊണ്ട് പോകുന്നത് പോലെ പോകുന്നു എന്നാണ് ഗുരു പറഞ്ഞു തന്നിട്ടുള്ളത്. ഭദ്രകാള്യഷ്ടകം എപ്പം പഠിച്ചാൽ? പ്രാതകാലത്ത്. പഠൻ എന്ന് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. പഠിക്കുക എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നും സംസ്കൃതത്തിൽ അർത്ഥമുണ്ട് എങ്കിൽ കൂടി അത് പഠിക്കുമ്പോൾ ദേവിയുടെ സ്വരൂപം നമ്മുടെ ഹൃദയത്തിൽ നിറയും. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ശരീരബോധം അകലും. ശരീരബോധം അകലുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഇനി എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളത് അറിയില്ല. അതാണ് ശരീരബോധം അകന്നാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു അനുഭൂതി എന്ന് ഗുരു നമ്മളെ പഠിപ്പിച്ചു തന്നാൽ. ആ ഒരു അനുഭൂതി തലത്തിലേക്ക് നമ്മളെ എത്തിക്കും എന്നാണ് ഗുരു പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അനുഭൂതിയിലേക്ക് എത്താനും നമ്മുടെ കർമ്മങ്ങൾ വേണ്ട രീതിയിൽ നമ്മൾ അനുഷ്ഠിക്കാനും നമുക്ക് ആരോഗ്യം ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന കാര്യമാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആരോഗ്യം തരാൻ എന്നും ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാകരുതേ. അതുപോലെ ഹേ കാമത, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഈശ്വരൻ
നമുക്ക് ദാനമായിട്ട് തരും. കാമതൻ എന്ന് പറഞ്ഞാൽ കാമത്തെ തരുന്നവനെന്നാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നവനാണ്. ന്യായമായ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ചോദിച്ചാൽ ഭഗവാൻ നമുക്ക് തരും. എന്നാൽ കാമാന്തകനുമാണ്. മുമ്പ് പറഞ്ഞതുപോലെ കാലാശ്രയം എന്നായി അണയുന്നവർക്ക് അനുകൂലനുമാണ്, എന്നാൽ അധർമ്മിഷ്ഠരിൽ പ്രതികൂലനുമാണെന്ന് പറഞ്ഞതുപോലെ സ്വഭക്തന്മാരുടെ ന്യായമായ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തരുന്നവനുമാണ്, എന്നാൽ കാമാന്തകനുമാണ്. അവൻ്റെ ദുരാഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവനുമാണ്. ദുരാഗ്രഹങ്ങൾ ഉണ്ടായാൽ അവൻ്റെ ജീവിതത്തിൽ ഈശ്വരൻ്റെ അപ്രീതി ഉണ്ടാവും, ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും അല്ലേ. അപ്പം അതുകൊണ്ട് കാമാന്തകനുമാണ്. എന്നാലോ കാരുണ്യ പയോധേ, പയോധി സമുദ്രം, കരുണാസാഗരം, ദയാസിന്ധോ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഭഗവാൻ കാരുണ്യ സ്വരൂപനാണ്. അല്ലയോ കാരുണ്യ സ്വരൂപനായിട്ടുള്ളവനെ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നവനെ, എൻ്റെ ദുരാഗ്രഹങ്ങളെ ഇല്ലാതെയാക്കി തീരുന്നവനെ, എനിക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നിന്നോട് പറയാനുണ്ട്. ഗീടണമേ സൗഖ്യമെനിക്കൻപൊടു ശംഭോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സുഖം തരണമേ ഭഗവാനെ. എൻ്റെ രോഗങ്ങളെല്ലാം അകന്ന് എൻ്റെ ശരീരത്തിനൊരു സൗഖ്യം എനിക്ക് തരണമേ ഭഗവാനെ. എങ്കിലേ എൻ്റെ കർമ്മങ്ങളൊക്കെ നിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ പദതാരിൽ ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ കർമ്മങ്ങൾ ഭംഗിയായിട്ട് അനുഷ്ഠിക്കണമെങ്കിൽ എനിക്ക് ആരോഗ്യം വേണം. ആ ആരോഗ്യം എനിക്ക് തന്നാലും ഭഗവാനെ, രോഗമില്ലാത്തൊരവസ്ഥ എനിക്കുണ്ടാക്കി തന്നാലും ഭഗവാനെ. ഇത് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നും നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു ദിവസം പ്രാർത്ഥിച്ചു, രോഗം മാറി, അടുത്ത ദിവസം അത് വിട്ടേക്കാം എന്നല്ല. രാവിലെ എണീക്കുമ്പോൾ മുതൽ വൈകിട്ട് ഉറങ്ങുന്നിടം വരെ ഉള്ളിൽ ഈ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. എനിക്ക് അസുഖമൊന്നും ഉണ്ടാകരുതേ, അബദ്ധം ഉണ്ടാകരുതേ. എനിക്ക് മാത്രമാണോ? എൻ്റെ കുടുംബത്തിലുള്ളവർക്ക്, എൻ്റെ സമൂഹത്തിൽ നിന്ന് ഒക്കെ മാറാവ്യാധികളൊക്കെ അകറ്റി എല്ലാവർക്കും സൗഖ്യം തരണമേ ഭഗവാൻ എന്നുള്ളൊരു പ്രാർത്ഥന എപ്പോഴും നമുക്കുണ്ടായിരിക്കണം.